ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് കട്ടച്ചിറയിലുള്ള കളിമൺ പാത്ര നിർമ്മാണ കേന്ദ്രത്തിലേക്കാണ്. പച്ച മണ്ണിൻ്റെ ഗന്ധവും നല്ല പച്ചയായ മനുഷ്യരുടെ ജീവിതവുമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അമ്മേ, കേര ഫുഡ്സിലേക്ക് സ്വാഗതം. എല്ലാവരും ഒന്ന് വെൽക്കം ചെയ്യാമോ? കേര ഫുഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, താങ്ക് യു. അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? എത്ര വർഷമായി ഫീൽഡിലേക്ക് വന്നിട്ട്? 9 വർഷമോ? 30 വർഷം. ഓ, 30 വർഷമായിട്ടുണ്ടല്ലേ? ആണല്ലേ? ഈ ജോലി അമ്മയ്ക്ക് ഇഷ്ടമാണോ? ആണല്ലേ? ആണല്ലേ? പുറത്ത് നല്ല ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ നമുക്ക് വേണ്ടി മൺചിരാത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാൻ പോവുകയാണ്. നമ്മൾ ദീപാവലിക്ക് ഉപയോഗിക്കുന്നതും അതുപോലെ അമ്പലങ്ങളൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. മൺചിരാത് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ റെഡിയാകും കേട്ടോ. എന്ത് ഭംഗിയായിട്ട് അമ്മ ചെയ്യുന്നത് നോക്കിക്കേ. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഈ മൺചിരാതും അതുപോലെ മൺകുടങ്ങളും എല്ലാം തീച്ചൂളയിൽ വെന്ത് അതിമനോഹരമായി മാറും. ഇപ്പോൾ ഇത് സഹകരണ പ്രസ്ഥാനമാണ്. മുൻപ് ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുത്തുള്ള പ്രസ്ഥാനമാണിത്. ഇത് സരസ്വമ്മയാണ് സ്റ്റാർ. ഇത് സാബുചേട്ടനാണ്, ഇവിടുത്തെ സെക്രട്ടറിയാണ്. ഈ പ്രസ്ഥാനത്തെ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് സാബുചേട്ടനാണ്. കളിമൺ പാത്രങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള പ്രോസസ്സിങ് അതേ നമുക്ക് കാണിച്ചു തരും. ഇത് മെഷീൻ്റെ സ്വിച്ചാണ്. ഇതൊന്ന് പ്രസ് ചെയ്യണം. നമുക്ക് നോക്കാം. മെഷീൻ വർക്കായി തുടങ്ങി. മെഷീനകത്തേക്ക് മണ്ണ് കൊടുക്കാൻ പോവുകയാണ്. കുറേശ്ശെ മണ്ണ് മെഷീനകത്തേക്ക് ഇടാൻ പോവുകയാണ്. അവിടെ മണ്ണിടുന്നുണ്ടോ? മെഷീൻ്റെ മുകളിലേക്കുള്ള ഒരു ബോക്സ് ഉണ്ടോ? ആ ബോക്സിലേക്ക് മണ്ണ് വാരി നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. താഴെക്കൂടെ വരുന്ന കളിമണ്ണ് പിന്നെയും അരച്ചെടുത്ത് അനുയോജ്യമായ രീതിയിൽ, കളിമൺ പാത്രത്തിന് അനുയോജ്യമായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് ചൂളയിലേക്കാണ്. ഇത് ചൂളയിലേക്ക് ആവശ്യമായ വിറകുകളാട്ടോ. ഇനി അടുക്കി വെച്ചിരിക്കുകയാണ്. അതിശക്തമായ ചൂടിൽ വേണം മൺപാത്രങ്ങളെല്ലാം ചൂളയിൽ ചുട്ടെടുക്കാൻ. ഇവിടെ ചുട്ടെടുത്ത കളിമൺ പാത്രങ്ങളും അതുപോലെ ഇനി ചുട്ടെടുക്കാനുള്ള കളിമൺ പാത്രങ്ങളുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊക്കെ ചുട്ടെടുത്ത കളിമൺ പാത്രം കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ? ദൂരോട്ട് പോയി കഴിഞ്ഞാൽ കാണാം ചുട്ടെടുക്കാനുള്ള കളിമൺ പാത്രങ്ങൾ. വീണ്ടും നമുക്ക് ആഴ്ചയിലേക്ക് പോകാം. ഇനി നമ്മൾ കാണുന്നത് ചൂളയാട്ടോ. അതിശക്തമായ ചൂടിൽ പാത്രങ്ങൾ വെന്തെടുത്താൽ മാത്രമേ പാത്രങ്ങൾക്ക് നല്ല ബലവും നല്ല ഉറപ്പും കിട്ടുകയുള്ളൂ. ഇവയെക്കുറിച്ചെല്ലാം വ്യക്തമായി സെക്രട്ടറി സാബു ചേട്ടൻ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. സാബു ചേട്ടൻ എല്ലാം ഒന്ന് വിശദീകരിച്ച് തരാമോ? ഓക്കെ, ഇതിലെല്ലാം സെറ്റാക്കി എടുക്കുന്നല്ലേ? ഇതിനകത്ത് പാത്രം എല്ലാം നിറച്ചടുക്കി മെഴുകിയതിന് ശേഷം തീ കൊടുത്ത് അങ്ങനെ ഒരു 48 മണിക്കൂർ ചെറുതായിട്ട് കത്തിച്ച് അതിന് ശേഷം ഈ അടുപ്പ് നിറച്ച് വിറക് വെച്ച് കത്തിച്ച് വേവിച്ചെടുക്കും. ഓക്കെ, താങ്ക് യു. എത്ര വർഷമായി പ്രസ്ഥാനം ആരംഭിച്ചിട്ട്? ഇത് തുടങ്ങിയത് 1960-ൽ, 64 വർഷമായി. ഒരുപാട് ജോലിക്കാർക്ക് അല്ലേ, പണിക്കാർക്കൂടെ ജോലി കൊടുത്തിട്ടുള്ളതായിരിക്കും അല്ലേ? ഈ പ്രദേശവാസികളായിട്ടുള്ള ഈ മൺപാത്ര നിർമ്മാണം കുലത്തൊഴിലായിട്ടുള്ള ഒരാളുകളുടെ ഒരു കൂട്ടമായിട്ട് താമസിക്കുന്ന പ്രദേശമായിരുന്നു ഇത്. അപ്പം ഇവിടെ ഉള്ള എല്ലാ വീടുകളിലും തന്നെ ഈ മൺപാത്ര നിർമ്മാണം നടന്നുകൊണ്ടിരുന്നു. അന്ന് ഈ പാത്രങ്ങൾ ഇടനിലക്കാരില്ലാതെ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കളിമൺ പാത്ര സ്ഥാപന സംഘം എന്നുള്ള സൊസൈറ്റി രൂപീകരിച്ചത്. അതിനുശേഷം ഇന്ന് 64 വർഷം പിന്നിടുമ്പോൾ ഈ തൊഴിൽ ചെയ്യുന്ന ഫീൽഡിലോട്ട് ആളുകൾ കുറവാണ്. ഈ തൊഴിൽ ചെയ്യാനായിട്ട് അറിയാവുന്ന ആളുകളുടെ അഭാവമാണ് പ്രത്യേകിച്ച്. കാരണം ഇത് ആദ്യകാലങ്ങളിൽ ഇതുകൊണ്ട് ഒരു വീട് കഴിഞ്ഞു പോകുന്ന ഒരു അന്തരീക്ഷം ആയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇത് ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റേതായ ബെനിഫിറ്റുകളുണ്ട്. ആളുകളെല്ലാവരും തന്നെ മൺപാത്രം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പം കുഴപ്പമില്ലാതെ ഇത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് പണിക്കാരുടെ അഭാവവും. സർക്കാരിൽ നിന്ന് ഫണ്ട് വല്ലതും കിട്ടാറുണ്ടോ? നമുക്ക് സഹായമല്ലോ? സർക്കാരിൽ നിന്ന് എൻ്റെ അറിവിൽ നിസ്സാരമായിട്ടുള്ള ഒരു ഗ്രാൻഡ് 2 ലക്ഷം രൂപയുടെ ഗ്രാൻഡ് എൻ്റെ അറിവിൽ കിട്ടിയിട്ടുണ്ട്. ആണല്ലേ? ഒരു സഹകരണ പ്രസ്ഥാനമാണോ? സഹകരണ പ്രസ്ഥാനമാണ്. ഓക്കെ. ഖാദി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ട്
പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം. ഓക്കെ. ചൂളയുടെ അകം ഇതുവരെ കാണാത്തവർക്ക് ഒരു സുവർണ്ണ അവസരം കേട്ടോ. ഈ വീഡിയോ കാണുന്നവർക്ക് ചൂളയുടെ ഉൾവശം കാണാൻ സാധിക്കും. ഞാനും ഇത് ആദ്യമായിട്ട് കാണാം കേട്ടോ. ഈ സെൻറ്ററിൽ വെച്ചിരിക്കുന്ന പാത്രങ്ങളെല്ലാം ചുട്ടെടുത്ത പാത്രങ്ങളാണ് കേട്ടോ. എങ്ങനെയുണ്ട്? ഇത് ബിരിയാണി ചട്ടിയാണോ? ബിരിയാണി ചട്ടി. ഓക്കെ. സ്ഥലം ബിരിയാണി അതിനുള്ള പാത്രം. ഓക്കെ, അതെടുക്കാവോ? ഓർക്കിഡ് ചെടി നടാനുള്ളത്. ഓക്കെ, താങ്ക് യു. ഒരു 3 മാസം കൊണ്ട് വളർന്ന് പൂവായിട്ട് പോകുന്ന ചെടികൾ നടാനുള്ള ചെറിയ. ഓക്കെ. മോരുകുടം, മോരുകുടം, അതുപോലെ തന്നെ നെയ്ക്കുടം എന്നൊക്കെ പറയുന്ന സാധനം. എന്ത് കുടമായിട്ടാ അത്? ഇത് കലശക്കുടമാണ്. ക്ഷേത്രങ്ങളിലെ കലശം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ മരണാനന്തര ചടങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള സഞ്ചയനത്തിന് ഉപയോഗിക്കുന്നു. ഓക്കെ. ഷാപ്പിൽ കള്ളു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഓക്കെ, താങ്ക് യു. കളിമണ്ണ് കൊണ്ടുള്ള ഒരു നിലവിളക്ക് കണ്ടാലോ? സൂപ്പറായിട്ടില്ലേ? ഇനി നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോകാം. ഇരിക്കുന്നെല്ലാം മൺചിരാതുകളാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടില്ലേ? ഈ ഇരിക്കുന്ന മൺകൂടങ്ങളെല്ലാം നല്ല തീച്ചൂളയിൽ വെന്ത് അഗ്നിശുദ്ധി വരുത്തി നല്ല സൂപ്പർ സുന്ദര കുട്ടപ്പന്മാരായി തിരിച്ചു വരാനുള്ളതാണ്. ഇതെല്ലാം നല്ല ചെടിച്ചട്ടികളാണ് കേട്ടോ. നമുക്കിവരുടെ ഷോപ്പിനകത്തേക്ക് പോയാലോ? ഈ കാണുന്ന കേട്ടോ ഷോപ്പ്. ഏത് മൺപാത്രം വേണമെങ്കിലും നേരെ ഇങ്ങോട്ട് പോന്നാച്ചാൽ മതി. എപ്പോഴും നിറഞ്ഞ മനസ്സോടെ നമ്മളെ സ്വീകരിക്കാൻ സ്ഥാപിച്ചതിന് ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് വീണ്ടും കാഴ്ചയിലേക്ക് പോകാം. ഈ കാണുന്നെല്ലാം ഭരണികളാണ്. അച്ചാറാനുള്ള ഭരണികളാണ്. നിറയെ കരകൗശല വസ്തുക്കളുണ്ട്. എല്ലാം നല്ല ഭംഗിയുള്ള കാഴ്ചകളല്ലേ? പുതിയ വീട് പണിയുന്നവർക്ക് ഒരുപാട് ഐറ്റംസ് ഇവിടുന്ന് മേടിക്കാൻ കാണും കേട്ടോ. ഷോക്കേസ് അലങ്കരിക്കാൻ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. MC റോഡിൽ തന്നെയാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. സെക്രട്ടറി സ്ഥാപിച്ചേട്ടൻ ഒരു നിലവിളക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കകത്തെ കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഒരുപാട് ഷോക്കേസ് വെക്കാൻ പറ്റിയ ഉപകരണങ്ങളുണ്ട്. എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇനി നമുക്ക് കാഴ്ചയിലേക്ക് പോകാം കേട്ടോ. ഇതാ കാണുന്നതെല്ലാം വലിയ വലിയ കലങ്ങളാണ് കേട്ടോ. അപ്പോൾ വലിയ കലങ്ങൾ ആവശ്യമുള്ളതെല്ലാം നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. നമുക്കിവിടെ മേടിച്ചുകൊണ്ട് പോകാം. ഈ കാണുന്നൊരു ഭീമൻ നിലവിളക്കാണ്. നല്ല ഭംഗിയല്ലേ? എല്ലാവരും കുട്ടികൾക്ക് ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. അവർക്ക് സന്തോഷമാകും. നമുക്ക് വീണ്ടും കാഴ്ചയിലേക്ക് പോകാം. ഈ കാണുന്നെല്ലാം വെള്ളം നിറയ്ക്കുന്ന കൂജകളാണ് കേട്ടോ. വലിയ വലിയ കൂജകൾ. ഇത് 15 ലിറ്ററിൻ്റെ കൂജ കേട്ടോ. വളരെ വലുപ്പമുണ്ട്. എന്ത് ഭംഗിയല്ല ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ. നമ്മുടെ ഗ്രാമത്തിൻ്റെ ഓരോ മനോഹാരിതയെ. ഇനി നമുക്ക് കുറച്ച് ഫ്ലവർ വൈസ് ഉണ്ടല്ലോ. വളരെ വലിയ ഫ്ലവർ വൈസ് ഉണ്ട്, അതുപോലെ ചെറിയ ഫ്ലവർ വൈസ് ഉണ്ട്. ഇനി നമ്മൾ കാണുന്നത് പ്രോസസ്സിംഗ് എല്ലാം പൂർത്തിയായ മൺചിരാതാട്ടോ. സ്ഥാപിച്ചതിൻ്റെ കയ്യിലേക്ക് നോക്കി. നല്ല ഭംഗിയല്ലേ? നിറയെ മൺചട്ടികൾ അടുക്കി അടുക്കി വെച്ചിരിക്കുക. കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയല്ലേ? ഇനി നമ്മൾ കാണാൻ പോകുന്ന ഭസ്മപാത്രമാണ്. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? ചേട്ടാ, ഈ പാത്രം എന്തിൻ്റെയാണ് ഒന്ന് പറയാമോ? ഇതെല്ലാം തുളസിതറയാട്ടോ. ചെറുതും വലുതുമായ തുളസിതറ ഇവിടെ കിട്ടും. ഇതെല്ലാം സ്റ്റാച്ചു കേട്ടോ. ബുദ്ധ ഭഗവാന്റെ സ്റ്റാച്ചു ആണ്. അടുത്തിരിക്കുന്നത് ചെറുതും വലുതുമായ മൺപാത്രങ്ങൾ തന്നെയാണ്. നമുക്ക് വീണ്ടും കാഴ്ചകളിലേക്ക് പോകാം. ഇതെല്ലാം പല വലുപ്പത്തിലുള്ള ചെടിച്ചട്ടികളാണ്. പിന്നെ ഫ്ലവർ വൈസുകളുണ്ട്. ഇതെല്ലാം മൺകോപ്പകളാണ്. അതായത് കഞ്ഞി കുടിക്കുന്ന ചട്ടികളാണ്. നമ്മൾ ദേവാലയങ്ങളിലും അതുപോലെ അമ്പലങ്ങളിലും പല സ്ഥലങ്ങളിലും കാണാൻ പറ്റില്ലേ കോപ്പകൾ. ആ ചട്ടിയാണിത്. ഇതാ ഇരിക്കുന്ന എല്ലാം പൊങ്കാലക്കലാണ് കേട്ടോ. ചെറുതും വലുതുമായ പൊങ്കാലക്കലങ്ങൾ. നല്ല ഭംഗിയുള്ള കലങ്ങളാട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നെല്ല് കിളക്കുന്ന പറയാട്ടോ. ഇതുവഴി കടന്നു പോകുന്നവർ തീർച്ചയായും ഇവിടെ ഒന്ന് സന്ദർശിക്കണം കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം കേട്ടോ. ബൈ ഫ്രം കേര ഫുഡ്സ്.